പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ ചെയ്തതാണ്. ഔട്ട്ലുക്ക് പ്ലാനും കൊടുത്തിരുന്നതാണ്. ആ, ഇത് പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ചാർട്ടും ബ്ലൂ പ്രിൻറ്റുമാണ്. ഇത് എത്രയും പെട്ടെന്ന് ഹൈടെക് സിറ്റിയുടെ ഓഫീസിലെത്തിക്കണം. ഡീറ്റെയിൽസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാറേ നേരിട്ടുകൊണ്ട് കൊടുക്കുന്നത്? ആ, ഓരോ കമ്പനിക്ക് ഓരോ രീതിയല്ലേ സജീവ. ഇവർക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ സൈൻ ചെയ്ത പ്രിന്റഡ് കോപ്പി വേണം. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ അല്ലേ. ഓക്കെ സാർ. ആ, പിന്നെ ഡിലേ ആക്കണ്ട, ഇപ്പം തന്നെ കൊടുത്തു വിടാമെന്നാണ് ഞാൻ ജിഎമ്മിനോട് പറഞ്ഞത്. ശരി സാർ. ഹലോ സജീവ, പറഞ്ഞോളൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മേഡം. എന്നാലും CKC സാറിന് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. CKC സാർ ഇല്ലാത്തതുകൊണ്ട് ഗൗതമിനിപ്പോൾ എതിരാളി ഇല്ലാതായല്ലോ. പോരാത്തതിന് ആ എംബാക് മാളിൻ്റെ പ്രൊജക്റ്റ് അങ്ങേർക്കൊരു ലോട്ടറി അടിച്ച പോലായി. മേഡം അറിഞ്ഞു കാണുമോയെന്ന് എനിക്കറിയില്ല. 16-ാം തീയതി ആ പ്രോജക്റ്റിൻ്റെ എഗ്രിമെൻ്റ് വെച്ചേക്കുന്നത്. വെറുതെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യലല്ല. ആ ഫയൽ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ പകുതിയോളം പണം അഡ്വാൻസ് ആയി കിട്ടുമെന്നാണ്. ഏകദേശം ഒരു 250 കോടിയോളം രൂപ. എന്തായാലും അതൊരു വല്ലാത്ത ഭാഗ്യമായിപ്പോയി മേഡം. ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഗൗതമിന് തനിച്ചാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ് കഴിഞ്ഞാൽ 27-ാം തീയതി ഭൂമി പൂജ വെച്ചേക്കുക. മൊത്തത്തിൽ ഗൗതമിന്റെ നല്ല സമയം എന്ന് പറഞ്ഞാൽ മതി. അവന്റെ ഈ നല്ല സമയത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല സജീവ. എന്റെ ഭർത്താവിനെ ജയിലിൽ കിടത്തി എന്റെ ബിസിനസിന് മേൽ കരിങ്കൊടി കുത്തി അവന്റെ സ്വന്തം ബിസിനസ്സിൽ അങ്ങ് വെന്നിക്കൊടി പാറിക്കാമെന്ന് കരുതിയ അത് നടക്കാൻ പോകുന്നില്ല. ഈ പ്രോജക്റ്റ് നടക്കില്ല. അവന്റെ ഒരു ഹൈടെക് സിറ്റിയും എംബോക് പ്രോജക്റ്റും അതിനെ എങ്ങനെ തകർക്കണമെന്ന് എനിക്കറിയാം. സജീവ ഫോൺ വെച്ചോ. ആന്റി ആരെയോ നിർത്തിപ്പൊരിക്കായിരുന്നെന്ന് തോന്നുന്നല്ലോ. മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം. ഏയ്, ദേഷ്യമോ? എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു നല്ല വാർത്ത കേട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഗൗതം ഈ വരുന്ന 16-ാം തീയതി ഒരു പുതിയ പ്രോജക്റ്റിന് എഗ്രിമെന്റ് ചെയ്ത് 250 കോടിയോളം രൂപ അഡ്വാൻസ് വാങ്ങാൻ പോവാന്ന്. സന്തോഷവർത്താനം അവിടെ കഴിഞ്ഞിട്ടില്ല. 16 കഴിഞ്ഞ് വരുന്ന 27-ന് പുതിയ പ്രോജക്റ്റിന്റെ ഭൂമി പൂജ തീരുമാനിച്ചിരിക്കാം. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടാ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ശിവാനി തെറ്റിദ്ധരിച്ചതാ. ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഗൗതം നേട്ടങ്ങൾ കൊയ്യുമ്പോഴും അതും എന്റെ ബിസിനസ് ഉപയോഗിച്ച് അവൻ പുതിയ മേഖലകൾ കീഴടക്കുമ്പോഴും അതൊന്നും ഓർത്ത് സന്തോഷിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഗൗതം നിധി കോടികൾ അഡ്വാൻസ് വാങ്ങുന്നതിന് ആന്റി എന്തിനാ സന്തോഷിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ വരുന്ന 16-ാം തീയതി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ആ 16 അവന്റെ 6-ാം പറ്റുന്ന അക്കമായിരിക്കും. എംബാക് പ്രോജക്റ്റിന്റെ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി ഗൗതമിന്റെ മുഴുവൻ സ്വത്തുക്കളും പ്രണവിന്റെ പേരിലേക്ക് മാറാൻ പോവാ. എന്താ വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഉറപ്പിച്ചോ. ഈ ഐഡിയ എന്റേതല്ല, CKCയുടേതാ. ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയും അറിഞ്ഞാ മതി. ഗൗതമിന്റെ ഈ ആർഭാടവും അഹങ്കാരവും ഒക്കെ ഈ വരുന്ന 16-ാം തീയതി വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലപ്പത്തിരിക്കാൻ പോകുന്നത് പ്രണവ് ഗോപിനാഥ് ആയിരിക്കും. ഞാൻ ഗ്യാരണ്ടി. അപ്പൊ ഈ കേസില് CKCക്ക് ഒരു ജീവപര്യന്ത ശിക്ഷ കിട്ടില്ലെന്നാണ് മോള് പറയുന്നത്? പ്രണവിന്റെ കേസിൽ അതിനു വേണ്ടിയുള്ള ഒഫൻസ് ഒന്നും ഇല്ല ആന്റി. കൂടിപ്പോയാ ഒരു 3-4 വർഷത്തെ ശിക്ഷ. അത് കഴിയുമ്പോ അയാൾ ഇങ്ങ് ഇറങ്ങിപ്പോരും. വടി കുത്തുന്ന പ്രായമാകുന്നവരെയും CKC ജയിലിൽ നിന്ന് പുറത്തു വരില്ലെന്നും ആ ശല്യം അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത്. ഇനിയൊരു 4-5 വർഷം കഴിഞ്ഞ് CKC പുറത്തു വന്നാ അയാൾ ഇപ്പൊ ചെയ്തതിനേക്കാൾ വലിയ ഉപദ്രവമായിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല ആന്റി. ജയിലെന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ളൊരിടം മാത്രമല്ല, അതൊരു തിരുത്തൽ കേന്ദ്രം കൂടിയാണ്. ഒരുപക്ഷെ
ജയിലിൽ കിടക്കുന്ന CKCക്ക് മനമാറ്റം ഉണ്ടായതിനു ശേഷമാണ് അയാൾ പുറത്തേക്ക് വരുന്നതെങ്കിലും കാക്ക ചിലപ്പോ മലർന്നു പറന്നിരിക്കും. എന്നാലും CKC നന്നാവൂന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഞാൻ വെറുതെ ചോദിക്കാം, ജയിലിൽ ഒറ്റയ്ക്ക് കഴിയുന്ന 5 വർഷങ്ങൾ താൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ മുഴുവൻ ഒരു കണക്കെടുപ്പെടുക്കുന്ന CKCക്ക് മാനസാന്തരം വന്ന് നല്ലവനായിട്ടാണ് ജയിലിന് പുറത്തേക്ക് വരുന്നതെങ്കിലും നന്നായാലും അയാൾക്കുള്ള, അല്ലാതെ ഞാനെന്ത് പറയാനാ? എന്റെ ചോദ്യം അതല്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ CKCയുടെ മകനാണ് ഗൗതം എന്നുള്ള സത്യം ആന്റി അയാളോട് തുറന്നു പറയൂ. അയാൾ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കാൻ ആന്റിക്ക് പറ്റുമോ? ആന്റിക്ക് അതിന് പറ്റുമോ ആന്റി? എന്താ മറുപടി പറയാത്തത്? പറ. തെറ്റുകൾ തിരുത്തി വന്നാൽ സ്വീകരിക്കുവോ ഇല്ലയോ? നിധി ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത അമ്മയ്ക്കുണ്ട്. ഉത്തരം പറയാതെ മുന്നിൽ നിന്ന് പരിങ്ങിയാൽ പോരാ. സ്വീകരിക്കുമോ ഇല്ലയോ? അത് മോനെ, ഞാനെന്ത് പറയാനാ? ആരെ കുറിച്ചാണ് നീ അമ്മയോട് അങ്ങനെ ചോദിച്ചത്? ആര് തെറ്റ് തിരുത്തി വന്നാൽ സ്വീകരിക്കുമെന്നാണ് ചോദ്യമെന്ന് പറഞ്ഞാൽ അമ്മയുടെ മറുപടി ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു. അത് പിന്നെ ശിവാനി തെറ്റൊക്കെ തിരുത്തി വന്ന സ്വീകരിക്കുമെന്ന് ഞാൻ ആന്റിയോട് ചോദിക്കുമായിരുന്നു. ശിവാനി വന്നാൽ സ്വീകരിക്കുന്ന ഈ അമ്മയോട് എന്തിനാ ചോദിക്കുന്നേ? അമ്മയാണോ അത് തീരുമാനിക്കുന്നേ? അങ്ങനെയല്ല, സ്വീകരിക്കുമെന്നല്ല ഗൗതം ചോദിച്ചത്, സ്വീകരിക്കണോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം പ്രണവ് തെറ്റ് തിരുത്തി തിരിച്ചു വരട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ശിവാനിയുടെ കാര്യം. അതെ, അത് തന്നെ എന്റെ അഭിപ്രായം. കേട്ടല്ലോ, അപ്പൊ നിന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരവും ശരിയാണേ. അല്ല, ഗൗതം വന്നിട്ട് കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വന്നതൊക്കെ കാറിൽ തന്നെയാ. പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് കാറ് ഗേറ്റിന്റെ വെളിയിൽ പോയി പാർക്ക് ചെയ്തു. എന്താ മോനെ, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് പോണെന്നും പറയുന്നുണ്ടല്ലോ. അതായത് ഞാൻ പുതുതായിട്ട് ഏറ്റെടുക്കുന്ന എംവാക്ക് പ്രോജക്റ്റിന്റെ എഗ്രിമെന്റ് ചെയ്യുന്നതിനും ഭൂമി പൂജ ചെയ്യാനുമുള്ള തീയതി നിശ്ചയിക്കാൻ ഈ വരുന്ന 16-ാം തീയതി ഞാൻ ഹൈടെക് സിറ്റി കമ്പനിയുമായിട്ടുള്ള പ്രോജക്റ്റ് എഗ്രിമെന്റ് ചെയ്യും. 27-ാം തീയതി ഭൂമി പൂജ നടക്കും. ഈ വിവരം ആദ്യം എനിക്ക് അമ്മയോട് തന്നെ നേരിട്ട് പറയണം തോന്നി. അതാ ഇങ്ങോട്ട് വന്നേ. ഓ, അത് ശരി. അമ്മയെ കസ്റ്റഡിയിൽ കിട്ടിയപ്പോ ഈ അമ്മയെ കാണിച്ചു തന്ന ഭാര്യയായ ഞാൻ പുറത്തായി അല്ലേ? കണ്ടോ അമ്മേ, ഇവിടെ അസൂയ കണ്ടോ?